ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2 കേക്കിൻ്റെ ഡിസൈനിങ് മാത്രമാണ് കേട്ടോ കാണിക്കുന്നത്. റെസിപ്പി തൽക്കാലം കാണിക്കുന്നില്ല, കാരണം ഒരുപാട് തവണ കണ്ട് ശീലമായിട്ടുണ്ടാവും നിങ്ങൾക്ക്. ഇനി ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർക്കാതെ അടിപൊളി സ്പഞ്ചി ആയിട്ടുള്ള സ്പഞ്ച് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അത് ഉറപ്പായിട്ടും ഫ്ലോപ്പ് ആവാതെ നിങ്ങൾക്ക് കിട്ടും, ഞാൻ ഗ്യാരണ്ടിയാണ് കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് പറയണേ. അതേപോലെ കേക്ക് അവിടെ നമ്മൾ ലെയറാക്കി വെച്ചിട്ടുണ്ട്. 3 ലെയർ ഉണ്ട്. അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ള ലെയറാണ് കേട്ടോ. എന്നിട്ട് മിൽക്ക് സിറപ്പാണ് ചേർക്കുന്നത്. സിറപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ പാലും, അതായത് വെള്ളം ചേർക്കാതെ കാച്ചിയെടുത്തിട്ടുള്ള പാലും അതിനകത്തോട്ട് മിൽക്ക് മെയ്ഡുമാണ് ചേർക്കുന്നത്. മിൽക്ക് മെയ്ഡിൻ്റെ അളവ് നിങ്ങൾക്ക് മധുരം നോക്കി കൊടുത്തേച്ചാൽ മതി. ഇനിയിപ്പം ബാക്കി വിപ്പിംഗ് ക്രീമിൻ്റെ ഒക്കെ ബോട്ടിലുണ്ടെങ്കിൽ അതിനൊക്കെ അകത്തുള്ള അതിലേക്ക് പാലൊഴിച്ച് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് എടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. ഇനി നമ്മൾ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ചെയ്തെടുത്തിട്ടുള്ള കേക്കാണ്. അത് 10 ഇഞ്ചിൻ്റെ ബോർഡിലാണ് വെച്ചേക്കുന്നത്. വെച്ചാൽ കുറച്ച് സ്പേസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ വൃത്തി ഉണ്ടാവുമല്ലോ വിചാരിച്ചിട്ട്. ഇനി നമ്മൾ ആ കേക്ക് വെച്ചിട്ട് സ്പഞ്ച് വെച്ചതിന് ശേഷം വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മിൽക്ക് സിറപ്പ് വെച്ചിട്ട്. പിന്നെ ക്രീം ഇട്ട് കൊടുത്തു. അപ്പം തന്നെ സൈഡ് ക്ലിയർ ആക്കുന്നുണ്ട് കേട്ടോ. ക്രം കോട്ട് ചെയ്യുന്ന പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അപ്പം തന്നെ ക്രം കോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ ഫൈനൽ കോട്ട് ചെയ്ത് അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഈ കേക്കിൻ്റെ പൊടി പോലെയുള്ളതൊന്നും പുറത്തേക്ക് വരില്ല. അപ്പോൾ നമ്മളിതിന് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് സ്ട്രോബെറി ഏതെങ്കിലും ഒരു ക്രഷ് എടുക്കുക, അതിനകത്തോട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് അവിടെ തന്നെ വെച്ച് മിക്സ് ചെയ്തിട്ട് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം വൈറ്റ് ചോക്ലേറ്റ് ആണ് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അടുത്ത ലെയർ വെച്ചിട്ട് നമ്മൾ ക്രീം ഇട്ടിട്ടുണ്ട്. അത് സ്പ്രെഡ് ചെയ്യുമ്പോൾ പുറത്തേക്ക് ഇങ്ങനെ തെള്ളി നിൽക്കുമല്ലോ. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ അപ്പം തന്നെ വേറൊരു സ്പാച്ചുലയോ നൈഫോ വെച്ചിട്ട് വേണം ചെയ്യാൻ. കാരണം നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ആ വലിയ സ്പാച്ചുല വെച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ ഈ കളറും ഈ സ്ട്രോബെറി ക്രഷും മിൽക്ക് മെയ്ഡും പിന്നെ ഈ ക്രംസും ഒക്കെ ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് മാറ്റി വെക്കുക. ഇതുപോലത്തെ കുഞ്ഞ് സ്പാച്ചുല നിങ്ങൾക്ക് കയ്യിലില്ലെങ്കിൽ കത്തി, അറ്റം കൂർമ്പില്ലാത്ത മൂർച്ചയില്ലാത്ത എന്താ പറയുക, അറ്റം കൂർത്തതല്ലാത്ത കത്തി, അത് ആണെങ്കിൽ ചിലപ്പോൾ തട്ടിപ്പോയിട്ട് ഇങ്ങനെ വലിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അല്ലാത്ത കത്തി എടുക്കാം, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ സ്കെയിൽ പോലത്തെ ഒക്കെ ഇല്ലേ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. സൈഡ് ഇങ്ങനെ അപ്പം തന്നെ ക്രം കോട്ട് ചെയ്യുമ്പോൾ ഈ പൊടി വീണിട്ടുള്ള പ്രശ്നം ഉണ്ടാവില്ല. കറക്റ്റ് സിലിണ്ടറിക്കൽ ഷേപ്പിൽ നമുക്ക് സ്പഞ്ച് നല്ല രീതിയിൽ മേലെ വെച്ച് പോകാനും പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിളായി പോവില്ല. ഇനി നമ്മൾ റിപ്പീറ്റ് എന്താണോ താഴത്തെ ലെയറിൽ ചെയ്തത് അത് തന്നെയാണ് കേട്ടോ ചെയ്ത മേലെയും. സ്ട്രോബെറി ക്രഷ്, മിൽക്ക് മെയ്ഡ്, വൈറ്റ് ചോക്ലേറ്റ്, ഓക്കെ. അങ്ങനെ ഈ കേക്കെല്ലാം ഇന്നിപ്പോൾ കിട്ടിയത് അങ്ങനെയല്ല കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ബർത്ത്ഡേൻ്റെ ദിവസം നവംബർ 10 എനിക്ക് 5 കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു. അത്യാവശ്യം എല്ലാം കസ്റ്റമൈസ് ചെയ്ത് തന്നെയുള്ള കേക്കുമായിരുന്നു. 10 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് കോഴിക്കോട് പോകാനുണ്ടായിരുന്നു. എല്ലാം കൂടി ഒരു ജഗപുക എന്ന് പറഞ്ഞിട്ട് ചെയ്ത കേക്കുകളാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുന്നതിലൊക്കെ ചിലപ്പം എന്തെങ്കിലുമൊക്കെ പോരായ്മയുണ്ടോ, നിങ്ങൾ എന്നോട് ക്ഷമിക്കുക കേട്ടോ. എന്തായാലും ഇപ്പം എന്ത് ചെയ്താലും അത് വീഡിയോ എടുക്കാതെ ചെയ്യാൻ തോന്നുന്നില്ല. കാരണം ഇത് കാണാൻ കാത്തിരിക്കുന്നവരുണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ അത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമല്ലേ. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെയാണ് ഈ ഒരു എന്നുവെച്ചാൽ 10 മണിക്ക് കോഴിക്കോട് എത്തണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു 8:30 ഇറങ്ങണം. അപ്പോൾ രാവിലെ എണീച്ചിട്ട് ഈ ഒരു 5 കേക്കിനെ സെറ്റാക്കുക, അത് ഡെലിവറി ചെയ്യുക. അതും 1 അല്ല 2 ടേബിൾ സെറ്റാണ്. അപ്പോൾ ബ്രൈഡ് ടു ബീൻ്റെതും എൻഗേജ്മെൻറ്റിൻ്റെതും ഒക്കെ ആയിട്ട് ഇതെല്ലാം ഞാൻ കോഴിക്കോട് പോകുന്ന പോക്കിലാണ് ഇതൊക്കെ ഡെലിവറി ചെയ്തത് കേട്ടോ. ഇനി ഉണ്ടല്ലോ, ഏറ്റവും മേലത്തെ ലെയർ വെച്ചതിന് ശേഷം നമ്മൾ അതിന് മുകളിൽ കുറച്ചധികം തന്നെ ക്രീം ഇട്ടിട്ട് സൈഡിലേക്ക് വരൂലേ, സൈഡിലേക്ക് വരുന്നത് നമ്മൾ ക്രം കോട്ട് എന്നുള്ള രീതിയിൽ അങ്ങ് പറ്റിച്ച് വടിച്ച് തേക്കരുത്. അതിനെ അങ്ങനെ തന്നെ നിർത്തിയിട്ട് എക്സ്ട്രാ ക്രീം വാരിയിട്ട് ആ ഗ്യാപ്പിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് പോകുന്ന പോലെ ആക്കിയിട്ട് ചെയ്യുമ്പോൾ പറയുമ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവില്ല. കുഴപ്പമില്ല, നമുക്കത് ലൈവായിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, എല്ലാം ചെയ്തതിന് ശേഷം ഞാൻ പിന്നീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു ഡിസൈനാണ് ചെയ്യുന്നത്. ഫ്രീസറിൽ വെച്ചിട്ട് കട്ടയായിട്ടുള്ള ചോക്ലേറ്റ് ആണ് കേട്ടോ ഇത്. ചിലർ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ആ ഭംഗിയിൽ കിട്ടിയില്ലാന്ന്. അത് റൂം ടെമ്പറേച്ചറിലുള്ള ചോക്ലേറ്റ് ആകുമ്പോൾ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് നീളത്തിലും കനത്തിലൊക്കെ വീഴും. ഇത് പൊടിയായിട്ടാണ് വീഴുന്നത്. കാരണം അത്രയും ഫ്രീസറിൽ വെച്ച് കട്ടയായി പോയിട്ടുള്ള ചോക്ലേറ്റാണ് ഞാൻ ഈ ഗ്രേറ്റ് ചെയ്തിട്ടേക്കുന്നത്. അത് നല്ല അത്യാവശ്യം സൈഡിലും മേൽഭാഗത്തും ഒക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇത് മതി, ശരിക്കും ഒരു മഞ്ഞ കട്ടയിരിക്കുന്ന പോലെ തന്നെയുള്ള ഭംഗി ഉണ്ടാവും കേട്ടോ. ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ട സമയത്ത് നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ എന്നെ സംബന്ധിച്ച്
ഏറ്റവും കൂടുതൽ വ്യൂസ് 3.5 ലക്ഷത്തിന് മേലെ ആൾക്കാർ കണ്ടിട്ട് അത്രയും കമൻസ് വന്നൊരു വീഡിയോ ആണ് കേട്ടോ അത്. ഇനി ഇത് സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്, വളരെ സിമ്പിളായിട്ട്. ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പർ വെച്ചിട്ട് കുറച്ച് ഷുഗർ ബോൾസും കൂടെ ഇട്ടുകൊടുത്ത് പണി കഴിഞ്ഞു. അതായത് ഓവറാക്കി ചളം ആക്കിയില്ല എന്ന് പറയാം. അങ്ങനെ ഇനി നമ്മൾ ഇതിൻ്റെ സൈഡിലില്ലേ കേക്ക് ബോർഡ് നല്ലോണം നീറ്റാക്കി കൊടുക്കണം കേട്ടോ ഈ കേക്കിന്. അതൊക്കെ അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. കേക്ക് ബോർഡിൻ്റെ മുകളിൽ കേക്ക് ഭയങ്കര പെർഫെക്ഷനിൽ തോന്നണമെങ്കിൽ ബോർഡ് വളരെ നീറ്റായിരിക്കണം എന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു കേക്കിൻ്റെ പണിയൊക്കെ അവിടെ അവസാനിച്ചു. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ ഇത് തന്നെ ഇങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയല്ല കേട്ടോ ഞാൻ. ഇതിനിടയ്ക്ക് മോള് കരയും, മോള് വാശി പിടിക്കും, അതിൻ്റെ കൂടെ പോവും, ഭക്ഷണം കൊടുക്കണം, അങ്ങനത്തെ കുറേ പരിപാടി ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട്. എനിക്ക് കുളിക്കണം, ഡ്രസ്സ് മാറണം, പോകാനുള്ള സാധനങ്ങൾ എടുത്ത് വെക്കണം, അങ്ങനത്തെ കുറേ പരിപാടി ഇതിനിടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ഡ്രം ബേസ് ഞാൻ ഫ്ലവർ മാർട്ടിൽ നിന്ന് 25 രൂപയ്ക്ക് ഒരു ഓഫറിൽ വാങ്ങിയതാട്ടോ, ഗോൾഡൻ കളറ് ഡ്രം ബേസ്. അപ്പോൾ അത് അവർ ആവശ്യപ്പെട്ടിട്ടില്ല, പക്ഷേ എനിക്കൊരു ഇഷ്ടത്തിന് ഞാനത് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇത് 5 ഇഞ്ചിലാണ് 5 ഇഞ്ചിലാണ് ഈ 2 കേക്കും ചെയ്തെടുക്കുന്നത്. ഇതും 1 kg ആണ് കേട്ടോ. അതായത് 1 kgൻ്റെ ബാറ്റർ 2 kgൻ്റെ ബാറ്റർ അടിച്ചിട്ട് ഒന്ന് 7 ഇഞ്ചിൽ ഒഴിച്ചു, 2 5 ഇഞ്ചിൽ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുത്തു. ഇനി ഇത് നിങ്ങൾക്ക് വിശദീകരിച്ച് തരണം എന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം നേരത്തെ ചെയ്ത കേക്കില്ലേ അതിൻ്റെ പിന്നെ വീതിയിൽ കുറവുണ്ടെന്നേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ബാക്കിയൊക്കെ നമ്മൾ പഴയ പടിയാണ് ചെയ്യുന്നത്. എല്ലാം അങ്ങനെ തന്നെ വെച്ചതിന് ശേഷം മിൽക്ക് സിറപ്പൊക്കെ ഒഴിച്ച് സൈഡെല്ലാം അപ്പം തന്നെ ക്ലിയർ ചെയ്ത് അങ്ങനെ പോകണം. ശരിക്കും ഈ ഒരു സൈഡ് ക്ലിയർ ചെയ്യുന്ന കാര്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് ക്രെം കോട്ട് ഫൈനൽ കോട്ട് എന്ന് പറഞ്ഞിട്ട് 2 നേരത്തായിട്ട് ഇത് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ക്രീം തന്നെ വെച്ചിട്ട് ചെയ്യണമെന്നില്ല. ക്രീം അവിടെ എത്തിയിട്ടില്ലെങ്കിൽ അതിനകത്തേക്ക് നമുക്ക് പുറമേ നിന്ന് ക്രീം എടുത്തിട്ട് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാത്തിനും കൂടെ ഒരു സ്പാച്ചുല വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്രംസൊക്കെ അതിൻ്റെ മുകളിൽ കാണും കേട്ടോ. അതുകൊണ്ട് 2 നൈഫ് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിന് വീതി കുറഞ്ഞതുകൊണ്ട് തന്നെ മേൽഭാഗത്ത് എത്തുമ്പോഴത്തേക്കും എല്ലാം കൂടെ എന്താ പറയുക, മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ കൂടെ വന്നിട്ട് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അതെന്താ പറ്റിയെന്ന് വെച്ചാൽ വെച്ചത് കറക്റ്റായിരുന്നു, പക്ഷേ നമ്മൾ സ്പാച്ചുല വെച്ചിട്ട് ഇങ്ങനെ തിരിക്കുന്നില്ലേ, ആ സമയത്ത് സ്പഞ്ചും കൂടെ തിരിഞ്ഞ് എങ്ങോട്ടൊക്കെയോ പോകുന്നുണ്ട് അതിന് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക്. അതുകൊണ്ടാണ് കേട്ടോ ചെരിഞ്ഞു പോയത്. അപ്പോൾ കുഴപ്പമില്ല, നമുക്കത് സ്റ്റിക്ക് വെച്ചിട്ട് കറക്റ്റാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് ഇത്രയും ഹൈറ്റ് ഉള്ളതുകൊണ്ടും ഇതിങ്ങനെ ആടി കളിക്കുന്നത് കൊണ്ടും ഇത് മാത്രം ഞാനൊന്ന് ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കട്ട പോലെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്, അങ്ങനെ ആടി കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നീട് ഞാനിടുന്ന ക്രീമിനകത്തോട്ട് ഒരു ചെറിയൊരു ഡ്രോപ്പ് യെല്ലോ കളർ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്, ഒരു ഓഫ് വൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ബ്രൈഡ് ടു ബിക്കൊക്കെ എനിക്ക് കൊടുക്കുമ്പം അത് ഭയങ്കര ഭംഗി തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ക്രീമിലേക്ക് കളറ് മിക്സ് ചെയ്യുന്ന സമയത്ത് ലൂസായി പോകുന്നെന്ന് പറയുന്നുണ്ടല്ലോ, അതിന് 2 കാര്യം ചെയ്താൽ മതി. ഒന്ന്, നമ്മൾ ക്രീം ബീറ്റ് ചെയ്തിട്ട് 5th സ്പീഡിലിട്ട് അടിക്കുന്ന സമയത്ത് ബീറ്റർ ഇങ്ങനെ സ്ലോയിലേക്ക് ഇട്ടിട്ട് ഓഫാക്കാതെ സ്വിച്ച് അങ്ങ് ഓഫാക്കി കളയാം. അപ്പോൾ ആ 5 തന്നെയാണ് ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ ഒരു ഡ്രോപ്പ് ഉറ്റിച്ചതിന് ശേഷം സ്വിച്ച് ഓൺ ആക്കുമ്പോൾ 5th സ്പീഡിൽ തന്നെയാണ് അത് കറങ്ങുക. അപ്പോൾ ലൂസായി പോകുന്ന പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. ഇതൊക്കെ ശരിക്കും എന്തെങ്കിലും എന്താ പറയുക പൊട്ടത്തരമൊക്കെ ആയിരിക്കും, പക്ഷേ എനിക്ക് യൂസ്ഫുള്ളായി, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, അത്രയേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം ഞാൻ വിചാരിച്ചത്, നമ്മളിപ്പം ബീറ്റ് ചെയ്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ചു എന്നതിന് ശേഷമാണ് നമ്മൾ ചിന്തിക്കുന്നത് കളർ ചേർക്കണം. അപ്പോൾ എന്ത് ചെയ്യാമെന്നറിയോ, ഓവർ ബീറ്റ് ചെയ്തിട്ട് വെക്കുക. അതായത് എയർ കുടുങ്ങിക്കോട്ടെ, ഓവർ ബീറ്റ് ചെയ്ത ക്രീം എടുത്ത് വെക്കുക. കട്ടയായിട്ടുള്ള ക്രീം എടുത്ത് വെച്ചിട്ട് ഒരു ഡ്രോപ്പ് കളർ ഉറ്റിച്ചതിന് ശേഷം നമ്മൾ സ്പാച്ചിൽ വെച്ച് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ അതൊന്ന് ലൂസായി കറക്റ്റ് ടെക്സ്ചറിലേക്ക് വരും. ഇതൊക്കെ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്. അതേപോലെ ഞാൻ എനിക്ക് എൻ്റെ മനസ്സിൽ ഒരു ഡിസൈനും ഇല്ല കേട്ടോ. ഏതെല്ലാം കേക്ക് ഇതിലൊക്കെ കൂടെയൊക്കെയാണ് വരുന്നേ പോകുന്നതെന്നൊന്നും എൻ്റെ മനസ്സ് പതിയുന്നില്ല. ആദ്യം നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള സാധനമല്ലേ അത് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കി, കല വരുമോ നോക്കി, കലയൊന്നും വന്നില്ല. അപ്പോൾ പിന്നെ അത് ഒഴിവാക്കി, ആ ഉദ്യമത്തിന് ഞാൻ നിന്നില്ല. അതിനുശേഷം ഫോണ്ടൻ കട്ടേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതൊക്കെ ചെയ്യുക, കേക്കിൻ്റെ എന്താ പറയുക ബാക്ക് സൈഡ് എവിടെയാണോ വരിക അവിടെ ചെയ്ത് നോക്കും. കുഴപ്പമില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെയ്യും. ഈ ഒരു പല ഷേപ്പിലുള്ള പൂവിൻ്റെ ഷേപ്പിലുള്ളതും ഹാർട്ട് ഷേപ്പിലുള്ളതൊക്കെ കട്ടർ എടുത്തിട്ട് ഇങ്ങനെ മെല്ലെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുമ്പം ആ ഒരു ആകൃതി അവിടെ വരുമല്ലോ.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആകൃതി വന്നതിന് ശേഷം എൻ്റെ മോൻ ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മേ അതിൽ ഓരോ പൂവിനും ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ കളർ ചെയ്യുന്ന പോലെ ഇങ്ങനെ നമ്മൾ മൈലാഞ്ചി ഇടുമ്പോൾ ഇങ്ങനെ ചെയ്യില്ലേ, ഇങ്ങനെ എന്താ പറയുക ഇങ്ങോട്ടേക്ക് ഇങ്ങനെ തേച്ച് വലിച്ചിട്ടുള്ളൊരു ഡിസൈൻ അതുപോലെ ചെയ്യാമേന്ന് തീരുന്നവരെ അവൻ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ കേക്കിന് ഒരു കളർ തീം അവർ പറഞ്ഞിട്ടുണ്ട്. ഒരു പീച്ച് കളറാണോ ബ്രൗൺ കളറിൻ്റെ ലൈറ്റ് ഷെയ്ഡാണോ, അത് കളറിൻ്റെ പേരെനിക്കറിയില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഇതിലേക്ക് അങ്ങനെ ഓവറായിട്ട് കളർ ചേർത്ത് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. പിന്നെ ഞാൻ ലീഫിൻ്റെ ഒരു കട്ടർ എടുത്തപ്പം അത് പ്രസ് ചെയ്തിട്ടാണ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തത്. കാരണം ആ പ്രിൻ്റ് അതിൽ വന്നോട്ടേ വിചാരിച്ചിട്ട്. ശരിക്കും അതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്നുകിൽ പെയിൻറ്റ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഈ കട്ടറിനെ ഏതെങ്കിലും ഒരു കളറിൽ ഡിപ്പ് ചെയ്യാം. എന്നിട്ടിങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് ആ ആകൃതിയിൽ ആ കളറ് മാത്രം അവിടെ പ്രിൻ്റ് പോലെ വരുമല്ലോ, നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. നമുക്ക് ഒരു തവണ ഇനി കേക്കിൻ്റെ ഓർഡർ വരുമ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ ഞാൻ ആ കളർ ഒപ്പിക്കാൻ എനിക്ക് തലേന്ന് രാത്രിയല്ലേ ഈ ഓർഡർ കിട്ടിയത്. എൻ്റെ അടുത്ത് ഒരു പൂവോ ബോളോ ഒന്നുമില്ല. ഞാൻ തപ്പി എനിക്കൊരു ഉണക്കക്കൊള്ളിയാണ് കിട്ടിയത്. ബ്രൗൺ കളറിലുള്ളൊരു ഉണക്കക്കൊള്ളി കിട്ടിയപ്പോൾ ഞാൻ തപ്പി പിടിച്ച് ഏകദേശം മേച്ചായിട്ട് വരുന്ന 2 പൂവും കിട്ടി. ആ പൂവിനെ പിടിച്ച് ഇതിൻ്റെ മുകളിലോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ബട്ടർഫ്ലൈസൊക്കെ കുത്തി വെക്കുന്നതിൻ്റെ ഒരു കെട്ട് കമ്പി പോലത്തെ ഒരു സാധനമല്ലേ, അതെടുത്തിട്ട് യു ഷേപ്പ് ആക്കിയിട്ട് ഇതിനെ അങ്ങോട്ട് ഫിക്സ് ചെയ്ത് കൊടുത്തു. സമാധാനം, അതവിടെ കഴിഞ്ഞു. പിന്നെയുള്ള ഡൗട്ട് ഈ ഒരു ടോപ്പറിനെ കിടത്തി വെക്കണോ കുത്തനെ വെക്കണോ ഇരുത്തി വെക്കണോ എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പം തന്നെ ഈ വോയിസ് കൊടുത്ത സമയത്ത് എന്തൊക്കെ പറഞ്ഞില്ലെന്ന് എനിക്ക് തന്നെ ഒരു ബോധമില്ല കേട്ടോ, സത്യമായിട്ടും. കാരണം ഞാനിങ്ങനെ ഒരു ഒഴുക്കിൽ അങ്ങനെ പറയുക ചെയ്യുക. വീഡിയോ കാണുന്ന സമയത്ത് ഒരു പ്രീ പ്ലാൻഡ് ആയിട്ട് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല കേട്ടോ. ഞാൻ കുറേ ടിപ്സൊക്കെ പറയണമെന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയത്. എല്ലാം പറഞ്ഞിനോ ആവോ എനിക്കറിയില്ല. എന്താണെന്ന് ഒന്നാമത്തെ കാര്യം, ഞാനിതേ റിപ്പീറ്റ് കേട്ട് വെക്കാനുള്ള സമയമൊന്നും എനിക്കുണ്ടാവില്ല. ഞാനിത് ഒരൊറ്റയടിക്ക് അങ്ങോട്ട് പറയും, എന്നിട്ട് സേവ് ചെയ്യും, അപ്ലോഡ് ചെയ്യും, ഇത്ര തന്നെ. അപ്പോൾ പിന്നെ നമ്മൾ കേട്ടിട്ട് തിരുത്താനോ റീടേക്ക് എടുക്കാനോ അങ്ങനത്തെ ഒരു പരിപാടി എൻ്റെ അടുത്തില്ല. എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കയ്യിൽ ഇങ്ങനെ ഫോൺ കൊണ്ടു നടന്നിട്ട് ഇവിടുത്തെ ഓരോരോ പണി ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം വരട്ടെ, അപ്പം എനിക്ക് മനസ്സിലാവുമല്ലോ. ഞാൻ നിങ്ങളുടെ അഭിപ്രായത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. ടാറ്റാ.